ഭർത്താവിൻ്റെ ദീനിനെ കുറിച്ചുള്ളൊരു ഒരു സംശയം ആണ് ഇതിൽ പറയുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷത്തിലധികമായി. ഭർത്താവ് ദീനിയല്ല, നിസ്കാരം കൃത്യമല്ല, എന്നാൽ പറഞ്ഞാൽ നിസ്കരിക്കും, അതാണ് അതിൽ പറയുന്നത്. ഇപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ കൂടെയാണ്, വിദേശത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവ ദൂഷ്യങ്ങൾ കൂടി ഇപ്പോൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. സിനിമക്ക് പോവുക, കളവ് പറയുക, അങ്ങനത്തെ സ്വഭാവ പ്രശ്നങ്ങളൊക്കെ കാണുന്നു. ഇപ്പോൾ അവർ പറയണത് എന്നോട് ഭർത്താവിന് വലിയ വെറുപ്പാണ്, എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറയാണ്. ഇപ്പോൾ റേഡിയോ സ്ഥിരമായി കേൾക്കുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഭർത്താവിനോട് പരമാവധി സ്നേഹത്തിൽ നിൽക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്, ഉപദേശങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് ഇദ്ദേഹത്തിൽ നിന്നുള്ള ഈ സ്വഭാവ ദൂഷ്യങ്ങൾ ഒന്നും മറക്കാൻ കഴിയണില്ല. ഇത്തരം സ്വഭാവത്തിലുള്ള ഒരാളെ ഞാൻ എൻ്റെ കുടുംബത്തിൽ മുമ്പ് കണ്ട് പരിചയിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്രയധികം വലിയ സങ്കടം. എനിക്കൊരു പരിഹാരം പറഞ്ഞു തരാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഇതിപ്പോൾ എന്താ പറയുക, ഇത്തരം ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ് ഇത്രയും കാലം മുന്നോട്ട് പോയത് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്ഭുതകരമായ കാര്യം. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ എന്താണ്, ഭർത്താവിൻ്റെ അധാർമികത അല്ലെങ്കിൽ നിസ്കാരമില്ലായ്മ എന്നുള്ളത് പുതിയതായി ഉണ്ടായ ഒരു കാര്യമല്ല ഒരിക്കലും. അത് നേരത്തെ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ പൊതുവെ ഭാര്യമാർക്ക് ദീനില്ലാത്തൊരു സാഹചര്യത്തിൽ അവരെന്ത് ചെയ്യും, ഇത്തരം ഭർത്താക്കന്മാരായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നെ ഇവർക്ക് ദീന് കിട്ടുമ്പോൾ സ്വാഭാവികമായും ഇത്തരം സ്വഭാവ ദൂഷ്യങ്ങളോ അധാർമികതകളോ ഉള്ള ആൾ എന്ത് ചെയ്യും, അവർക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല. ദീനുള്ളൊരു വ്യക്തിക്ക് പലപ്പോഴും അയാളെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യണത്, ഇവരെന്ത് ചെയ്യും, ഇയാളെ ഉപദേശിക്കാൻ തുടങ്ങും, പറയാൻ തുടങ്ങും. അപ്പോൾ വൈഫിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴൊക്കെ എന്താ ഉണ്ടാവുക, നിങ്ങളെന്ത് നിസ്കരിക്കാത്തത്, നിങ്ങളെന്ത് ചെയ്യാത്തത് എന്നിങ്ങനെ അവരുടെ മനസ്സിൻ്റെ അസ്വസ്ഥത പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായിരിക്കും, ഭാര്യ ഒരു ശല്യമായി മാറുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ പൊതുവെ എന്ത് ചെയ്യും, നിന്നെ എനിക്കിഷ്ടമല്ല, നിൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമല്ല എന്ന് അയാൾ പറയും. പിന്നെ ഈ അധാർമികതകളും ഇതൊക്കെ പാടെ ആകുമ്പോൾ എന്ത് ചെയ്യും, എന്തിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് ഇവരും തീരുമാനിക്കും. നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരു സ്ത്രീക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്വാഭാവികമായി മാറ്റിയെടുക്കാൻ ഒരു പരിധി വരെ കഴിയും. നമുക്കിപ്പോൾ ഒരു ഭർത്താവിന് ഭാര്യയെ മാറ്റിയെടുക്കാൻ ഒരു പക്ഷേ ഒരു പരിമിതികൾ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. കാരണം അവിടെ നമുക്ക് അധികാരമുണ്ടെങ്കിലും എന്താണ്, ഒരു ഭാര്യ ചിലപ്പോൾ വാശി പിടിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് ഒരു ഭാര്യയ്ക്ക് കഴിയും. അവർ ശരിക്ക് ഒരു ഭർത്താവ് എന്നുള്ള നിലക്കുള്ള സ്നേഹവും ബന്ധമൊക്കെ സ്ഥാപിച്ചെടുത്ത് അയാളുടെ ഒരു ഭാഗമായി ജീവിക്കുമ്പോഴും അവളില്ലാതെ അയാൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അവളെ സംതൃപ്തിപ്പെടുത്താനും അവളുടെ ഇഷ്ടം കിട്ടാനും എന്തും ചെയ്യാൻ എന്ത് ചെയ്യും, ഒരു പുരുഷൻ സന്നദ്ധമാകും. കാരണം അത്രമാത്രം ഒരു പുരുഷന് ഒരു സ്ത്രീയെ ആശ്രയിക്കണം, അല്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ചൊക്കെ, നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ സുഹൃത്തുക്കളൊക്കെ ഈ പ്രവാസികളായി അവിടെ ജീവിക്കുന്നത്? അവരെ വീടിയും കുട്ടികളൊക്കെ അത്രയും വിശ്വസ്തമായി നോക്കാൻ അവിടെ ഭാര്യ ഉള്ളതുകൊണ്ടല്ലേ. ആ ഭാര്യ നാളെ ആണ്ട് ഇല്ലാതെ അയാൾ മരിച്ചാൽ അയാൾക്ക് അവിടെ വെക്കാൻ പറ്റും, വേറെ കല്യാണം കഴിച്ച് നിൽക്കാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ അത്രമാത്രം വലിയ ദൗത്യം. അപ്പോൾ ആ ഭാര്യയെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ മാനസികമായും ശാരീരികമായും എല്ലാം കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യും, സ്ത്രീകൾക്ക് പറ്റും. അപ്പോൾ നമ്മുടെ എല്ലാ ഭർത്താക്കന്മാരിലും സ്ത്രീകളിൽ നിന്ന് കിട്ടിയ കുറേ ഗുണങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഉത്ബോധനങ്ങളിൽ നിന്ന് കിട്ടിയതിലേറെ നമ്മളെ ദീനീ മാറ്റങ്ങൾക്ക് പിന്നിൽ ഒരുപക്ഷെ ആരുണ്ടാവും, ഭാര്യ ഉണ്ടാവും. ഒരു സാന്ദർഭികമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്ന ആളുകളാണ്. അപ്പോൾ നമ്മുടെ സഹോദരിമാരെന്താണ് അറിയോ, ഭർത്താക്കന്മാരെ എനിക്ക് മാറ്റാൻ കഴിയും. പ്രത്യേകിച്ച് ഒരു നന്മയിലേക്കുള്ള മാറ്റം എന്നുള്ളത് വേഗത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ഒരു തിന്മയിലേക്കുള്ള മാറ്റത്തെക്കാളും നമ്മളൊരു പോസിറ്റീവിലേക്കാണല്ലോ കൊണ്ടുവരുന്നത്, ഒരു ഗുണത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാണ്, നല്ല സ്നേഹത്തോടെ കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്കിഷ്ടമില്ലാത്ത കാണുമ്പോഴേക്കിനും അയാൾ വെറുത്ത് അയാളാകെ അകന്ന് അയാളുടെ ആവശ്യങ്ങളൊക്കെ നിരാകരിക്കുന്നതിലുപരി ഒരു ഭാര്യ എന്ന നിലക്കുള്ള തൻ്റെ ആവശ്യകത അയാളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ഒരു ആശ്രയത്വത്തെ ശരിക്കും ഉപയോഗിച്ചുകൊണ്ട് അവരെ മാറ്റിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ ഭാര്യമാർ നടത്തിയാൽ ഒരു പരിധി വരെ അതെന്ത് ചെയ്യും, വിജയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ശ്രമങ്ങൾക്ക് നമ്മുടെ സഹോദരിമാർ തയ്യാറായാൽ തീർച്ചയായും ഇതിന് പരിഹാരമാകും എന്ന് ആണ് എൻ്റെ ഒരു പ്രതീക്ഷ.